ഹലോ എവ്രി വൺ ആൻഡ് വെൽക്കം ബാക്ക് ടു ദ ചാനൽ. പുതിയതായിട്ട് ജോയിൻ ചെയ്യുന്ന എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇസ് അബൌട്ട് എ ട്രയൽ റെസിപ്പി. അതായത് എനിക്കത് ട്രയലാണ്. സോ കുറച്ച് ദിവസം മുന്നേ ചേച്ചി ഇൻസ്റ്റഗ്രാമിൽ എനിക്കൊരു റെസിപ്പി അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ചോറ് വെച്ചിട്ട് എങ്ങനെ പൊറോട്ട ഉണ്ടാക്കാന്ന് എന്നുള്ളൊരു റെസിപ്പി. അപ്പോൾ ഇന്ന് ഞാനതൊന്ന് ട്രൈ ഔട്ട് ചെയ്യാമെന്ന് വെച്ചു. ഓക്കെ, അപ്പോൾ എന്തായാലും ഉണ്ടാക്കണം, എന്നാൽ പിന്നെ നിങ്ങളെയും കൂടി കാണിക്കാമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് കിച്ചണിൽ പോയിട്ട് ബാക്കിയുള്ളത് കാണാം. ഓക്കെ, അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ബൈ. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ നമുക്ക് എല്ലാം കൂടി ഒന്ന് കൂട്ടി യോജിപ്പിച്ചെടുക്കാം. ഓക്കെ, ഇതിപ്പോൾ കുറേ ഉണ്ടാവും. ഇതെല്ലാം കൂടിയും ടോട്ടൽ നമുക്ക് 5 കപ്സ് ആയിരിക്കും. ഇപ്പോൾ 2 കപ്പ് ചോറും പിന്നെ 3 കപ്പ് മൈദ എന്ന് പറയുമ്പോൾ അത്യാവശ്യം ഒരു ക്വാണ്ടിറ്റി ആയി ഇത്. സോ ഇത് നമ്മൾ മിക്സിയിൽ അടിച്ചെടുക്കുമ്പോൾ ഇപ്പോൾ എൻ്റെ മിക്സിയുടെ ജാർ അത്രയും വലുതല്ല, അപ്പോൾ ബാച്ചായിട്ട് അടിക്കേണ്ടി വരും. ഓക്കെ, ഇപ്പോൾ എനിക്ക് ചിലപ്പോൾ 3 ബാച്ചായിട്ട് ചെയ്യേണ്ടി വരും. കാരണം ശരിക്കും നല്ലപോലെ കുഴച്ച് കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല ഇതിൽ വേണമല്ലോ. കുറേ അധികം ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കറക്റ്റായിട്ട് മിക്സ് ചെയ്ത് വരില്ല. ഓക്കെ, അപ്പോൾ ഞാനിതെല്ലാം മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി ഞാനിത് മിക്സിയിലോട്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് അടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ആ മാവ് എങ്ങനെയാണെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പം നമ്മുടെ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഈ മാവ് മിക്സിയുടെ അകത്തോട്ട് ഇടുന്നതിന് മുന്നേ മിക്സിയുടെ അകംഭാഗം ഫുള്ള് ഓയിൽ വെച്ചിട്ടൊന്ന് ബ്രഷ് ചെയ്തെടുക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റായിട്ട് അടിഞ്ഞ് വരില്ല ആൻഡ് സൈഡിലെല്ലാം കൂടി ഒട്ടിപ്പിടിച്ചിരിക്കും. സോ ഇത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഇതിൽ നമുക്കത് സ്ക്രേപ്പ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, നല്ലപോലെ എണ്ണ തട്ടി കൊടുക്കണം. ഓക്കെ, സോ ഞാനിവിടെ അതേ ഇത് ഫുള്ള് ഓയിൽ, നല്ല പോലെ ഓയിലായിട്ട് ഞാൻ ബ്രഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തോട്ട് നമ്മൾ ഇത് ഞാൻ പറഞ്ഞില്ല 3 ബാച്ചായിട്ടാണ് ഞാൻ ഇടുന്നത്. സോ ഒരു അധികം കുത്തി നിറയ്ക്കേണ്ട, അല്ലെങ്കിൽ അത് അടിയൂല ശരിക്കും. ഇപ്പം നിങ്ങളുടെ ജാറ് കുറച്ചും കൂടി വലുതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ കൂടി ഇടാൻ പറ്റും. ഇതിപ്പോൾ എനിക്ക് മിക്കവാറും 3 ബാച്ച് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ഞാൻ ഇത്രയും ചെയ്യുന്നുള്ളൂ ഫസ്റ്റ് ബാച്ചിൽ. ഓക്കെ, ഇനി ഞാൻ അടിച്ച് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അത്യാവശ്യം നല്ലപോലെ അടിഞ്ഞു വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് ഇതിൻ്റെ കൺസിസ്റ്റൻസി. ഇത് കണ്ടോ, ഇതിപ്പോൾ എണ്ണ ഇട്ട കാരണം ഇവിടെ ഒന്നും ഒട്ടിപ്പിടിച്ചിട്ടില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എന്തായാലും എടുക്കണമല്ലോ. സോ കൈ ഓയിൽ വെച്ചിട്ട് നല്ലപോലെ കൈ ഇതാക്കാം. അത് കഴിഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. എന്നിട്ട് എന്തായാലും കൈമേൽ അല്ലെങ്കിൽ ഒട്ടും. ഓക്കെ ഓക്കെ അപ്പോൾ ഞാൻ കൈമേൽ എണ്ണ ഞാൻ പറ്റുന്നു.
ഞാനിത് എടുക്കുമ്പോൾ ബ്ലേഡുമ്പോൾ കൈ മുറിയാണ്ട് നോക്കണേ. ഇപ്പം നമ്മൾ കൈ അകത്തിട്ടേ ബ്ലേഡ് ഏറ്റവും അടിയിലുള്ള കാരണം നല്ല സോഫ്റ്റാണ് കേട്ടോ. ഓക്കെ, ഞാൻ ഇത്രയും സോഫ്റ്റ് ഞാൻ പ്രതീക്ഷിച്ചില്ല. ആൻഡ് കണ്ടോ ചോറടിയെന്ന് പറഞ്ഞാൽ വലിയ കരിതരി ആയിട്ടൊന്നുമില്ല. കണ്ടോ നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഇനി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ ബോൾ ഇപ്പോൾ 3 സെറ്റ് ആകുമ്പോൾ 3 ഉണ്ട കിട്ടും. അതിൻ്റെ അകത്തുനിന്നുള്ളതെല്ലാം കറക്റ്റായിട്ട് എടുക്കാം, അല്ലെങ്കിൽ അടുത്ത ബാച്ച് എടുക്കുക അടിയാൻ ബുദ്ധിമുട്ടായിരിക്കും. ബാക്കിയുള്ള 2 സെറ്റ് അടിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതേ ഞാൻ എല്ലാം അടിച്ച് കഴിഞ്ഞു. എനിക്ക് ഇങ്ങനത്തെ 3 വലിയ ബോൾ കിട്ടിയിട്ടുണ്ട്. അത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. സോ നമ്മൾ കയ്യിൽ ചെറുതായിട്ടൊന്ന് എണ്ണ പറ്റി കഴിഞ്ഞാൽ അത് അത്രയും എളുപ്പത്തിൽ തന്നെ മിക്സിയിൽ നിന്ന് വിട്ടുപോരും. ഓക്കെ, ഇനിയിപ്പോൾ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി ഞാനൊരു ഒറ്റ ഉണ്ടാക്കിയിട്ട് നല്ല പോലെ എണ്ണ പറ്റിയിട്ട് ഞാൻ 2 അവർ റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾക്കൊരു തുണി കവർ ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ വെക്കാം. എനിക്കിപ്പോൾ ഒരു മൈക്രോവേവ് ഉണ്ട്, സോ ഞാൻ അതിൻ്റെ അകത്തിട്ട് വെക്കാൻ പോകണം. അപ്പോൾ ഇതെല്ലാം കൂടി ആകെ ഒരു ഒറ്റ ഉണ്ടാക്കട്ടെ കേട്ടോ. കണ്ടോ, പിടിക്കാനായിട്ട് ഭയങ്കര സോഫ്റ്റാണത്, പെട്ടെന്ന് ഇതാവുന്നുണ്ട്. സോ ഇതെല്ലാം കൂടി ആദ്യം ഒരു വലിയൊരു ഉണ്ടയാക്കാം. എന്നിട്ട് ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കുമ്പോൾ നല്ല പോലെ എണ്ണ പറ്റരുന്നത്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ ഓൾറെഡി ഒരു പാത്രം എടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ അകത്തോട്ട് ഞാൻ ഇതന്നെ ഈ ബോൾ തന്നെ ഞാൻ കഴുകിയെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ അകത്തോട്ട് ഞാൻ നല്ല പോലെ എണ്ണ പറ്റാൻ പോകണം. ഈ ബോളിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് ഇതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ എണ്ണ ഫുള്ള് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, സോ ദിസ് ഈസ് ഡൺ. ഇതായിട്ടുണ്ട്, നല്ല പോലെ എണ്ണ പറ്റിയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ 2 മണിക്കൂറത്തേക്ക് ഞാൻ മൈക്രോവേവിലേക്ക് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നു. ഈ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് കാണാം. ഓക്കെ, ബൈ. ഓക്കെ, അപ്പോൾ അതേ 2 മണിക്കൂർ കഴിഞ്ഞു. കണ്ടോ, ഇത് ഇത്രയും വലുതായിട്ടുണ്ട്. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി നല്ല പോലെ ഒന്ന് കുഴച്ചിട്ട് നമുക്കത് ഉണ്ടകൾ, അതായത് പൊറോട്ട ഉണ്ടാക്കണമല്ലോ. അപ്പം നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കണ പോലെ തന്നെ നമ്മൾ ഓരോ ഉണ്ടകളായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെക്കണം. അത് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റും കൂടി ഒന്ന് വെക്കാം. ആ വെക്കണ സമയത്ത് നിങ്ങൾക്ക് ഒരു നനഞ്ഞ ടവൽ വെച്ചിട്ടൊന്ന് മൂടി വെക്കാം, കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ. ഇല്ലാന്നുണ്ടെങ്കിൽ ആക്ച്വലി ഇത് ഇപ്പം തന്നെ ഉണ്ടാക്കാൻ പറ്റും. ഇറ്റ്സ് ഓൾറെഡി വെരി സോഫ്റ്റ്, നല്ലപോലെ വലിഞ്ഞു വരുന്നുണ്ട്. സോ ഇത് ഇപ്പം തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ നമുക്കിനി ഇത് ഇതാക്കിയിട്ട് ഞാൻ പൊറോട്ട വട്ടം ചുറ്റുന്നത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, നമുക്കിനി പൊറോട്ട ഈ പരത്താനായിട്ട് ഒരു സ്ലാബുമേൽ നമ്മൾ ശരിക്കും എണ്ണ പറ്റിയിട്ടാണല്ലോ, തൊട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് എണ്ണ പറ്റി നമ്മൾ പരത്തിയിട്ടാണല്ലോ നമ്മൾ ചെയ്യുന്നത്. എനിക്ക് എൻ്റെ സ്ലാബുമ്മ ചെയ്യാനായിട്ട് അത്രയും ഒരു ഇതില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ ഷീറ്റ് വെച്ചിരിക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ ഇതില്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇതാകുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ക്ലീൻ ചെയ്യാൻ പറ്റും, കാരണം നമ്മൾ കുറേ എണ്ണയൊക്കെ ഇടണ്ടേ. സോ ഇത് എളുപ്പത്തിൽ കഴുകി ക്ലീൻ ചെയ്യാനും പറ്റും. സോ ഇങ്ങനത്തെ മാറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിട്ടിട്ട് ചെയ്യണതായിരിക്കും ബെറ്റർ. സോ നമ്മളിപ്പോൾ ഇതാണ് നമ്മുടെ മാവ്. ഇത് നല്ലപോലെ ഒന്ന് കുഴച്ചിതാക്കി എടുക്കുക. അത് കഴിഞ്ഞിട്ട് നമുക്കത് ഉണ്ടകളാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയും മാവുണ്ട്. നമുക്ക് വലിയ പൊറോട്ട വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം, ഇല്ല നിങ്ങൾക്ക് ചെറുത് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാനും പറ്റും. സോ നമുക്കിതിപ്പോൾ 2 മണിക്കൂർ അരമണിക്കൂർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നനഞ്ഞ ടവൽ ഇടുന്നുണ്ടെങ്കിൽ അങ്ങനെ ഇട്ടിട്ട് ചെയ്യാം. ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ മൈക്രോവേവിൽ തന്നെയാണ് ഒരു അരമണിക്കൂർ കൂടി വെച്ചത്. അതിനായിട്ട് ഞാനിപ്പോൾ നമുക്ക് പരത്താൻ പോവാം. ഓക്കെ, സോ ആദ്യം തന്നെ കയ്യുമ്പോൾ നല്ല പോലെ എണ്ണ ഉണ്ടാവണം. പിന്നെ പരത്തണ കോലിന് റോളിംഗ് പിന്നിന് നല്ലപോലെ എണ്ണ ഇടാം, ഈ സർഫസ് മേലും എണ്ണ ഇടാം. അപ്പോൾ ഓരോരോ ബോൾ എടുക്കുക, എന്നിട്ട് ഈ നല്ല പറ്റാവുന്ന അത്രയും നേരിയതായിട്ട് പരത്തി കൊടുക്കണം. ഓക്കെ, ഇതിപ്പോൾ നമുക്ക് പറ്റാവുന്ന അത്രയും നേരിയതായിട്ട് പരത്താം. ഇനി പരത്തി കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കത്തിയെടുക്കുക, എന്നിട്ട് ഇങ്ങനെ വരഞ്ഞു കൊടുക്കണം. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇത് 2 സൈഡിൽ നിന്നും ഇങ്ങനെ കൂട്ടി എടുക്കുക. ചുട്ടിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൈഡ് ഇങ്ങനെ അകത്തോട്ടാക്കുക. ഓക്കെ, എന്നിട്ട് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മതി. എന്നിട്ട് ഈ നടുഭാഗം അകത്തോട്ട് തള്ളി വയ്ക്കാം. അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഷേപ്പ് കിട്ടും. ഓക്കെ, എന്നിട്ട് ഇത് മാറ്റി വയ്ക്കാം. അപ്പോൾ എല്ലാം ഞാൻ പരത്തി മറ്റേ വര പോലെ ഇട്ട് ഞാൻ
ചുരുട്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പൊറോട്ടയുടെ ഇതിലാക്കാനായിട്ട് റോളിംഗ് പിൻ ആവശ്യമില്ല. നമ്മൾ കൈകൊണ്ട് വെറുതെ ഇങ്ങനെ പരത്തിയിട്ടാണ് നമ്മൾ ചുട്ടെടുക്കുന്നത്. സോ ഇതിപ്പോൾ നമുക്ക് പരത്തലും സൈമൾട്ടേനിയസ്ലി ചുടലും ചെയ്യാൻ പറ്റും. സോ ഇപ്പോൾ ഞാൻ ആദ്യം എങ്ങനെയാണ് പരത്തേണ്ടതെന്ന് കാണിച്ചു തരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ചുട്ടിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഇത് ഇതാക്കാം. സോ നമ്മളിത് ഓൾറെഡി ചുരുട്ടി വെച്ചിട്ടുണ്ടല്ലോ. ഇത് വെറുതെ ഇനി കൈ കൊണ്ട് ഇങ്ങനെ പരത്തി എത്ര വലുതാക്കണമെന്ന് വെച്ചാൽ അങ്ങനെ വലുതാക്കി എടുത്താൽ മതി. എൻ്റെ പാൻ നല്ലപോലെ ചൂടായിട്ടുണ്ട്. ഞാൻ ആദ്യത്തെ പൊറോട്ട ഇട്ടിട്ടുണ്ട്. സോ നമുക്കിത് ശരിക്കും പറഞ്ഞാണ്ടല്ലോ നമ്മുടെ മലബാർ പൊറോട്ടയുടെ ഒരു ഇതിലല്ല വരുന്നത്. നമ്മൾ ഫ്രോസൺ പൊറോട്ട കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ടെക്സ്ചറായിരിക്കും ഇതിൽ കിട്ടാൻ പോണത്. ഓക്കെ, സോ കണ്ടോ ഇതായി വരുന്നുണ്ട്. നമുക്കൊന്ന് മറിച്ചിടാം. ഇനി ഇതായിട്ട് നമുക്കത് ശരിക്കും സാധാരണ മലബാർ പൊറോട്ട അടിക്കണ പോലെ ഒന്ന് അടിച്ച് കഴിയുമ്പോൾ നല്ല പോലെ ശരിക്കും സോഫ്റ്റ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ നമ്മുടെ പൊറോട്ട എല്ലാം ചുട്ട് കഴിഞ്ഞു. ഇനി ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഞാൻ അടിച്ചിട്ടില്ല ഇതുവരെ. ഇത് എല്ലാം കൂടിയും ഒരു സർഫസയിൽ ഇട്ടിട്ട് നമ്മൾ നല്ല പോലെ നമ്മൾ പൊറോട്ട അടിക്കണ പോലെ ഒന്ന് ഫ്ലഫ് അപ്പ് ചെയ്ത് എടുക്കണം. അപ്പോൾ നമ്മുടെ പൊറോട്ട എല്ലാം ആയിട്ടുണ്ട്. ഇനി ഇത് ഞാൻ വെറുതെ ഓക്കെ. അപ്പം മൊമെന്റ് ഓഫ് ട്രൂത്ത്, നമുക്ക് നമ്മുടെ പൊറോട്ട ഒന്ന് കഴിച്ച് നോക്കാം. പിള്ളേർക്ക് സോസേജ് മതി എന്ന് പറഞ്ഞാൽ ഞാൻ സോസേജ് കൊണ്ട് ചെറിയൊരു പെട്ടെന്നൊരു കറി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. സോ ഞാൻ അത് അവർക്ക് കൊടുത്തിട്ട് അവരെന്ത് പറയണമെന്ന് നോക്കാം. ഓക്കെ, പിന്നെ ബാ പൊറോട്ട കഴിച്ച് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ആദ്യം നോക്കാം. മോനിവിടെ ഇരിപ്പുണ്ട്. യമ്മിയാ? ഞാൻ ഈ ഒരു വായ കഴിച്ചു കൊടുത്തരാം. നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലബാർ പൊറോട്ടയുടെ ഒരു ഇത് കിട്ടില്ല. കാരണം ഇതങ്ങനെ ഉണ്ടാക്കുന്നതല്ലല്ലോ. ഇത് ഫ്രോസൺ പൊറോട്ട കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഹോം മെയ്ഡ് വേർഷനായിട്ട് എടുക്കാൻ പറ്റും. പക്ഷേ നല്ല സോഫ്റ്റാണ് കേട്ടോ. ചോറിട്ടു എന്ന് തീരെ അറിയില്ല ഇതിൽ. സാധാരണ പൊറോട്ട ഉണ്ടാക്കുന്ന പോലെ ഉണ്ടാക്കിയേ പറയുള്ളൂ. അതായത് ഇതിൽ ചോറുണ്ടെന്ന് ആരും പറയില്ല. അപ്പോൾ ഇത് നല്ലപോലെ അടിച്ചെടുക്കണമെന്നില്ല. ചൂടോടെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. റെസിപ്പി എല്ലാവരും ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്യുക. വളരെ സിമ്പിളാണ്. അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് ഡോണ്ട് ഫർഗെറ്റ് ടു സബ്സ്ക്രൈബ്. അപ്പോൾ സീ യു ഇൻ അനദർ വീഡിയോ. ബൈ.